ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ 30 ദിവസത്തെ വെയിറ്റ് ലോസ് ജേണി വിജയകരമായിട്ട് അവസാനിച്ചു. ഇന്നിപ്പോൾ രാവിലെ തന്നെ വെയിറ്റൊക്കെ ഞാൻ നോക്കി. ഈ 30 ദിവസം കൊണ്ട് എനിക്കുണ്ടായ വ്യത്യാസം അതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരുപാട് എന്താ പറയുക, കോസ്റ്റ്ലി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും തന്നെ എന്തായാലും എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ട് എനിക്കുണ്ടായ വ്യത്യാസങ്ങളാണ് ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഇത്രയും ദിവസം. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണമെന്ന് ഉറച്ചൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മുടെ വെയിറ്റ് ലോസ് ജേണി അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു വെയിറ്റ് ലോസ് ജേണിയിൽ പട്ടിണി കിടന്നിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മാറ്റി വെച്ചു. അതോടൊപ്പം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിച്ച് തന്നെയാണ് ഈ 30 ദിവസം നമ്മൾ കഴിഞ്ഞു പോയിരുന്നത്. പിന്നെ എൻ്റെ ഒരു കേസിൽ എനിക്ക് അങ്ങനെ ചോറ് കഴിക്കണം എന്ന് നിർബന്ധമില്ല. ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തവർക്ക് ഉച്ചയ്ക്ക് കുറച്ച് റൈസൊക്കെ കഴിക്കാം. ഞാൻ എന്തായാലും എൻ്റെ ഒരു ഈ 30 ഡേയ്സ് വെയിറ്റ് ലോസ് ജേണിയുടെ ഫസ്റ്റ് വീക്ക് മാത്രമാണ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് ചപ്പാത്തിയും ഓട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഞാൻ വീണ്ടും നിങ്ങളോട് റിപ്പീറ്റായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഓൾറെഡി അത് ആ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു 30 ദിവസം കൊണ്ട് എനിക്കുണ്ടായ വ്യത്യാസം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. രാവിലെ തന്നെ വെയിറ്റൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡേ 1 എൻ്റെ വെയിറ്റ് 67.85 ആയിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ വെയിറ്റ് 64.90. ഏകദേശം 3 കിലോൻ്റെ അടുത്ത് ഞാൻ കുറച്ചിട്ടുണ്ട് ഈ 30 ദിവസം കൊണ്ട്. എന്തായാലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. നിങ്ങൾ എൻ്റെ ഫുഡ് പ്ലേറ്റ്സ് ഒക്കെ ഏകദേശം ഒരു 18 ദിവസത്തോളം ഫുഡ് പ്ലേറ്റ്സ് ഞാൻ ഷെയർ ചെയ്തിരുന്നതാണ്. ആ ഒരു രീതി തന്നെയാണ് 30 ദിവസവും ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ഒന്നും ആയിരുന്നില്ല. എനിക്ക് ഓക്കെ ആയിരുന്നു. കാരണം ഞാനിപ്പോൾ ഈ വെയിറ്റ് ലോസ് ജേണിയുടെ ഒരു ട്രാക്കിലേക്ക് വന്നിട്ട് ഒരു 1.5 കൊല്ലത്തിലധികമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഓക്കെയാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചിലവരിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മെയിനായിട്ട് റാഗിയുടെ പുട്ട് അവർ പൊടിയൊക്കെ മേടിച്ച് കഴിച്ചു തുടങ്ങി കഴിയുമ്പോൾ എന്നോട് ചോദിക്കണത്, നീ ഇതെങ്ങനെയാണ് കഴിച്ചിരുന്നത്, ഇതെങ്ങനെ കഴിക്കാൻ പറ്റണേ, ഭയങ്കര തവിട് പോലെയാണ് ഇരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് എനിക്കിപ്പോൾ എന്തോ സ്റ്റാർട്ടിങ്ങിൽ എനിക്കും ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ചത് ശീലമായി കഴിഞ്ഞപ്പോൾ എനിക്കതിപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഫുഡ് പ്ലേറ്റ്സ് കണ്ടിരുന്നതാണ്. ആ ഒരു രീതി തന്നെയാണ് ഞാൻ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിച്ചേക്കണേ. അതായത് എല്ലാ ദിവസവും ഡയറ്റാണോ എന്ന് ചോദിച്ചാൽ ഡയറ്റ് ആയിരിക്കില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഇനിയിപ്പോൾ ഓണാഘോഷങ്ങളാണ്. ഇന്നിപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ചോറ് കഴിച്ചു, നല്ലൊരു സദ്യ ഉണ്ടു. അപ്പോൾ എപ്പോഴും ബാലൻസ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു നേരം ഇത്തിരി ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ ബാക്കി 2 സമയം ലൈറ്റായിട്ട് എടുക്കാൻ നോക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 1.5 വർഷത്തിൽ കൂടുതലായി ഞാനിപ്പോൾ ഡയറ്റും വർക്കൗട്ടും എന്നൊക്കെ ഉള്ളൊരു രീതിയിലേക്ക് വന്നിട്ട് ഏകദേശം 6 മാസം കൊണ്ടാണ് എനിക്കൊരു 22 കിലോ കുറക്കാനായിട്ട് പറ്റിയേക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്ത് നമുക്കൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു വിഷമമുണ്ട്. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കുറച്ചതെന്ന് ആരെക്കാളും നന്നായിട്ട് നമുക്കറിയാം. അപ്പം അത് പിന്നെ വെയിറ്റ് കൂടി കാണുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു 30 ദിവസത്തെ ഡയറ്റ് ഇങ്ങനെ ചെയ്തതും ഈ ഒരു റിസൾട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും. അപ്പോൾ എന്തായാലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. 3 കിലോൻ്റെ അടുത്ത് എനിക്ക് കുറക്കാൻ പറ്റി. ഈ പറഞ്ഞ പോലെ ഓരോ ഡിജിറ്റ്സ് ഇങ്ങനെ കുറഞ്ഞ് കാണുമ്പോഴാണ് പിന്നീട് മുന്നോട്ടും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് വെയിറ്റിലേക്ക് എത്താനായിട്ട് നമുക്ക് തന്നെ ഒരു മോട്ടിവേഷനായിട്ട് നമുക്ക് തോന്നുന്നതൊക്കെ. അപ്പോൾ എന്തായാലും എന്നെപ്പോലെ ഇതുപോലെയൊക്കെ നിങ്ങളും പരിശ്രമിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു 30 ദിവസത്തെ ഡയറ്റ് ചെയ്ത് ഈ 3 കിലോ നമുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചധികം നാൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു 6 മാസം കൊണ്ടൊക്കെയാണ് ഒരു 22 കിലോ എനിക്ക് കുറക്കാൻ പറ്റിയതെന്ന്. അപ്പോൾ ആർക്കും പറ്റും. കാരണം ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരാളാണ് ഞാൻ. അതെനിക്ക് ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഹെൽത്തി ആയിട്ട് ഇതേപോലെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വർക്കൗട്ടും ഡയറ്റും ഒപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞങ്ങൾക്ക് ഓഫീസിൽ ഓണ സെലിബ്രേഷൻ ആയിരുന്നു എന്ന്. അപ്പോൾ 2 കൊല്ലം മുമ്പ് 2024 ഓണ സെലിബ്രേഷന് ഞാൻ വെയർ ചെയ്തിരുന്ന അതേ സെറ്റ് മുണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഓണ സെലിബ്രേഷന് ഇട്ടിട്ട് പോയത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അന്നത്തെ ഫോട്ടോയും ഇന്നത്തെ ഫോട്ടോയും വെച്ചിട്ട് എനിക്കതൊന്ന് കൊളാഷാക്കി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. നമ്മളിൽ വന്ന വ്യത്യാസം മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ ഞാൻ ദേ ആ ഫോട്ടോയും ഞാനിവിടെ കാണിക്കാം. 2024 ആ ഓണത്തിനൊക്കെ ശേഷമാണ് ഞാൻ വെയിറ്റ് ലോസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. 2024 ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഫോട്ടോ നിങ്ങളൊന്ന് കണ്ട് നോക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയും വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിച്ച് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വെയിറ്റ് ലോസ് ചെയ്യുക. എപ്പോഴും വെയിറ്റ് ലോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ 85 കിലോ ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു 30 ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്തിട്ടാണ് ഞാൻ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ടൈമിൽ എനിക്കൊരു മാസം 5 കിലോൻ്റെ അടുത്തൊക്കെ കുറക്കാനായിട്ട് പറ്റി. കാരണം നമ്മൾ പെട്ടെന്നൊരു ഡയറ്റും വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോഡിയിൽ വന്ന വ്യത്യാസമൊക്കെ നല്ലൊരു റിസൾട്ട് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ 30 ദിവസത്തിന് ശേഷം 1-2 ദിവസം ഞാൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 25 ദിവസം 30 ദിവസം വീണ്ടും ഡയറ്റ് എടുക്കും. കാരണം നമ്മൾക്കിത് മടുപ്പില്ലാത്ത രീതിയിൽ, നമ്മൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ എപ്പോഴും ഡയറ്റാണ്, എപ്പോഴും ഞാനത് ഒന്നും കഴിക്കില്ല, അങ്ങനെയൊന്നും അല്ല. നമ്മളെല്ലാവരും കഴിക്കാം, പക്ഷേ ഒരളവ് വെച്ച് ലിമിറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ബാലൻസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. ഒരു നേരം ഇത്തിരി ഇപ്പോൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ ബാക്കിയുള്ള ടൈം ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണോ എന്നൊക്കെ നമ്മൾക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എപ്പോഴും ഡയറ്റ് തിരഞ്ഞെടുക്കുക. ഇപ്പം ഞാൻ പറയണത് കൃത്യമായിട്ട് നിങ്ങൾ ഇത് മാത്രം കഴിക്കുന്നു പറഞ്ഞാൽ ചിലർക്കൊന്നും അത് കഴിക്കാൻ പറ്റണമെന്നില്ല. എനിക്ക് ഓട്സിൻ്റെ സ്മൂത്തി അത്ര ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല, പക്ഷേ റാഗിയുടേത് കുഴപ്പമില്ല. അപ്പോൾ ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി തന്നെ ഡയറ്റൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. എനിക്ക് ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും വെയിറ്റ് ലോസ് ജേണി എന്നുള്ളത് നിസ്സാരമാണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം എന്തൊരു കാര്യം തുടങ്ങി വെച്ചാലും കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നെ പാടെ ഉപേക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്തോ വെയിറ്റ് ലോസ് ജേണിയിലേക്ക് വന്നു, റിസൾട്ട് ഇങ്ങനെ കണ്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനോടൊരു ഹരം തോന്നി. ഇപ്പോൾ ഇവിടെ വരേക്ക് ഇങ്ങനെ എത്തി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്ത് നിങ്ങളിലേക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളും എൻ്റെ റിസൾട്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒട്ടും വിചാരിച്ചതല്ല ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടണം എന്നും ഇതുപോലെയൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്കൊക്കെ പറഞ്ഞു തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ 85 കിലോ വെയിറ്റുള്ള സമയത്തെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല, അല്ലെങ്കിൽ വെയിറ്റ് നോക്കുന്നതായിട്ടുള്ളതൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സൂക്ഷിച്ചൊക്കെ വെച്ചേക്കണേ. അതാണ് ഞാൻ നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ചുറ്റും കുറച്ച് പേരുണ്ടാവും നമ്മളെ വണ്ണമുള്ള സമയത്ത് കളിയാക്കാനും ഒക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും അങ്ങനെയൊക്കെ ആളുകളുള്ളത് നല്ലതാണ്. കാരണം നമ്മളിങ്ങനെ ഇത്രയും വ്യത്യാസം വന്നു കഴിയുമ്പോൾ അവരുടെ മുന്നിലൊക്കെ നമുക്ക് എന്താ പറയുക, വലിയൊരു ഗമയിൽ നടക്കണം എന്നുണ്ടെങ്കിലും അവർക്കൊരു തിരിച്ച് മറുപടി കൊടുക്കണം എന്നുണ്ടെങ്കിലും നമ്മൾക്കൊരു വാശി തോന്നണം എന്നുണ്ടെങ്കിലും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളത് നല്ലതാണ്. അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ. ആദ്യമൊക്കെ ഞാനും വിചാരിച്ചിരുന്നു അവരെന്തിനാ അവർ പറയണതൊക്കെ കാര്യമാക്കണേന്നൊക്കെ. ആ വശം നമ്മൾ മൈൻഡ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഈ കളിയാക്കലുകൾ പോലും നമുക്കത് വെയിറ്റ് ലോസ് ചെയ്യാനുള്ളൊരു വാശിയായി. അവർക്കൊരു മറുപടി കാണിച്ചു കൊടുക്കണം എന്നോണാണ് നമ്മൾ വെയിറ്റ് ലോസൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഏത് റേഷൻ കടയിലെ അരിയാണ്, വീടിൻ്റെ കട്ടില മാറ്റി വെക്കണമല്ലോ, അങ്ങനെ ഒത്തിരി കമൻസൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ശരിക്കും ബോഡി ഷെയ്മിങ് ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും മണ്ണുള്ള സമയത്തൊക്കെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം.
അപ്പോൾ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് അവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി നമ്മളുടെ ആവശ്യം കൂടിയാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും ഓരോരുത്തരും പരിശ്രമിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും എന്നുള്ളത് എൻ്റെ കാര്യത്തിൽ ഉറപ്പാണ്. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഓണത്തിൻ്റെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ വെയ്റ്റ് ലോസ് ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇപ്പോൾ കാണുന്നവരാണെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.